നമസ്കാരം ഡിയേഴ്സ്, നമുക്ക് തോടയത്തിൻ്റെ ചൊൽക്കെട്ട് നോക്കാം. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ തോടയം അതിൻ്റെ സാഹിത്യവും ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ചൊൽക്കെട്ടുകൾ ഇന്നും കുറച്ച് കുട്ടികൾക്ക് സംശയമുണ്ട്. ഞാനപ്പോൾ അതൊന്ന് പറയാം. എല്ലാവരും നോട്ട് ചെയ്യുക. ആദ്യ താളത്തിൽ വരുന്ന ഒരു തോടയമാണ്. തോടയം, പുഷ്പാഞ്ജലി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഇനത്തിലൊക്കെ പോകും. തോടയം മംഗളം കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പം നാട്ടയി രാഗമാണ്. ചൊൽക്കെട്ടുകൾ ഞാൻ പറയാം. അതിനു മുന്നേ നമ്മളിപ്പോൾ തഞ്ചാവൂർ ബാണി ശൈലിയിൽ പഠിക്കുമ്പോൾ കൂടുതലും കലാമണ്ഡലം ടീച്ചേഴ്സൊക്കെ കൂടുതലായിട്ടും പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ വേറെ ഒരു ശൈലിയിലൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ വരും. അപ്പോൾ ഞാൻ രണ്ട് ശൈലിയും ഫോളോ ചെയ്യുന്നുണ്ട്, കലാക്ഷേത്രയും തഞ്ചാവൂർ ബാണിയും. അപ്പോൾ അതിൻ്റെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചൊൽക്കെട്ടുകൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് നോക്കാം. 3 സ്റ്റാർട്ട്. ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണേ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പാടുന്നുണ്ട്, മെയിൻ ഫീമെയിലൊക്കെ പാടുന്നു. 3 സ്റ്റാർട്ട്. തത്തോടകതാം താം 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 ദിം ദിം ധിം ദിം തകത്തോടങ്കുത്ത കുത്താതേ.